എല്ലാവർക്കും നമസ്കാരം. പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മലയാളി അയാളെ മണ്ടനെന്നും പൊട്ടണമെന്നും എടുത്തിയാട്ടക്കാരനാണെന്നും ബൂർഷോ ആണെന്നും കീർഷോ ആണെന്നും ഒക്കെ സ്വയം വലിയ ബുദ്ധിമാനായി കരുതുന്നവനാണെന്നൊക്കെ മലയാളി ചിന്തിക്കും, മലയാളി പറയുകയും ചെയ്യും. ഉത്തര കൊറിയൻ പ്രസിഡന്റ് അവിടുത്തെ ജനത്തിന് വയറ്റി വരെ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. അങ്ങനത്തെ ഒരു പ്രസിഡൻറ്റിനെ വരെ ആരാധിക്കുന്നവരുള്ള നാടാണ് കേരളം. ഈ കേരളത്തിൽ ഉള്ള ജനം പ്രസിഡന്റ് മണ്ടനാണ്, പൊട്ടനാണ്, അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ലേഖനം വായിച്ചു. അത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഉപദേശക സമിതി അംഗമായിരുന്ന ഒരു മലയാളി, ഒരു തൃശ്ശൂരുകാരൻ എഴുതിയേക്കുന്നതാണ്. വെബ്സൈറ്റിൽ അത് കിടക്കുന്നത്. അമേരിക്കയുടെ കടം ട്രംപ് അധികാരത്തിലേറുമ്പം $38 ട്രില്യൺ ആയിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാര തുകയൊന്നുമല്ല. വളരെ അതിനെ കൃത്യം മനസ്സിലാക്കണമെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവരത് കണക്കൂട്ടി തന്നത് 38 ലക്ഷം കോടിയെ 90 കൊണ്ട് ഗുണിക്കണം. അതിനെ 38 ട്രില്യൺ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ്. ഇന്ത്യയുടെ കടമെന്ന് പറയുന്നത് 200 ലക്ഷം കോടിയാണ്. അതായത് ഇന്ത്യയുടെ കടത്തിൻ്റെ 17.5 ഇരട്ടി ഉണ്ട് യുഎസിൻ്റെ കടം എന്നാണ് ഈ കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. 2025 ജനുവരി 20 ട്രംപ് ഈ പ്രാവശ്യം അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ അദ്ദേഹം ചെയ്തത് ഒരു വർഷം കൊണ്ട് ഈ 38 ട്രില്യൺ കടത്തിൽ 9 ട്രില്യൺ കടം കുറയ്ക്കാനുള്ള നടപടികളാണ് എടുത്തത്. ഞാനിത് പറയുന്നത് ഇത് ശ്രദ്ധയോടെ കേട്ടാൽ കേരളത്തിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ട്രംപിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ മഹത്വവൽക്കരിക്കുക. ഇത് കേരളത്തിലോട്ട് കൊണ്ടുവന്നാൽ മെയ്ക്ക് കേരള ഗ്രേറ്റ് എന്നാക്കണം. എന്ന് പറഞ്ഞാൽ കേരളത്തെ മഹത്വവൽക്കരിക്കുക എന്നാക്കണം. അല്ലാതെ ഞാനും എൻ്റെ മോനും ഞങ്ങളുടെ കുടുംബക്കാരും എല്ലാം മഹത്വവൽക്കരിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുകയില്ല. ഇതിനു വേണ്ടി ട്രംപ് ചെയ്ത കാര്യങ്ങൾ 5 കാര്യങ്ങളാണ് ശരിക്കും ചെയ്തത്. അത് ഓരോന്നോരോന്ന് പറയാം. 1, അമേരിക്കൻ സമൂഹത്തിൻ്റെ നെടും തൂണുകളായ കുടുംബങ്ങളെ സംരക്ഷിക്കും എന്നതായിരുന്നു ഒന്നാമത്തെ പ്രഖ്യാപനം. അതിനുവേണ്ടി അങ്ങനെ ചെയ്തത് കുടുംബങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഭദ്രത നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് നടപ്പാക്കി. മയക്കുമരുന്ന്, തൊഴിലില്ലായ്മ, തൊഴിൽ തടസ്സങ്ങൾ, കുറ്റകൃത്യങ്ങൾ, കൊള്ള എല്ലാം ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് അങ്ങ് നടപ്പാക്കി. കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന പ്രസിഡന്റുമാർക്ക് കഴിയാതിരുന്ന അമേരിക്കൻ അതിർത്തികൾ അയാൾ സുരക്ഷിതമാക്കി. 91.5% ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറച്ചു. എന്ന് പറഞ്ഞാൽ പേപ്പറൊന്നും ഇല്ലാതെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് കറങ്ങി നടന്നുകൊണ്ടിരുന്നവന്മാരെ എല്ലാം പിടിച്ചു. അതിനായി ഐസ് എന്ന് പറഞ്ഞൊരു പോലീസിനെ ഉണ്ടാക്കി, ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്. അവരെന്നാ കാണിച്ച് ഈ കറങ്ങി നടന്നവന്മാരെ എല്ലാം പിടിച്ച് കൈയും കാലും ഒക്കെ കയറ്റിവിട്ടു. ഇന്ത്യയിലോട്ടും കുറേ വന്നില്ലേ, എല്ലാത്തിനെയും കയറ്റിവിട്ടു. ഇനി രണ്ടാമത്തേത് ട്രേഡ് ആൻഡ് ഇക്കണോമി, കച്ചവടവും സമ്പദ് വ്യവസ്ഥയും. ഇതിനായി ലോകം മുഴുവനുള്ള അമേരിക്കയുടെ വ്യാപാര പങ്കാളികളുമായുള്ള തീരുവ നികുതികൾ പുള്ളി അങ്ങ് പുനർനിർണ്ണയിച്ചു. അതിനുവേണ്ടി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ചിലയിടത്ത് ചില കലക്കങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഈ കലക്കങ്ങൾക്കല്ല അവസാനം അതിനകത്ത് നിന്ന് അത് കൃത്യമായിട്ട് യുഎസിന് ഗുണമുണ്ടാക്കി. ഇതിനകത്ത് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ചൈനയ്ക്കാണ്. ഒരു വർഷം കൊണ്ട് 5% GDPയുടെ വർധന പ്രതീക്ഷിച്ചു. 9 മാസം കൊണ്ട് 4.7% GDPയുടെ വർധന കൈവരിച്ചു. ലക്ഷ്യം വെച്ച് ഓടുന്നതുകൊണ്ടുള്ള ഗുണമാണ്. 2002 യുഎസ് ചൈനയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് മുതൽ ചൈന ടാക്സ് ഒന്നും ഇല്ലാതെ ചുമ്മാ ലോഡും പടി സാധനം കൊണ്ടുവന്ന് അങ്ങ് തട്ടുകയായിരുന്നു. അതിനെ അങ്ങോട്ട് പുള്ളിക്കാരൻ പൂട്ടി. അതിന് കൃത്യമായ ടാക്സ് ഏർപ്പെടുത്തിയപ്പം $300 ബില്യൺ, അത് ചെറിയ തുകയൊന്നുമല്ല, $300 ബില്യൺ നികുതി ഇനത്തിൽ ഇങ്ങ് പിടിച്ചു. ഇനി അടുത്തത് ഫോറിൻ പോളിസി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി, വിദേശ നയവും ദേശ സുരക്ഷിതത്വവും. ഈ ട്രംപിന് മുമ്പ് ഇരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം ലോക പോലീസ് പദവി നിലനിർത്താൻ വേണ്ടി കോടാനുകോടി ഡോളേഴ്സ് ചെലവഴിച്ചിരുന്നു. പ്രസിഡന്റ് വന്നപ്പോഴത്തേനും ഇപ്പോൾ ഈ UN ഫണ്ടിങ്ങിൻ്റെ പോലും 75% USA ആയിരുന്നു. എന്നാൽ UN ഫണ്ടുകൾ പലതും തീവ്രവാദ കൈകളിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം ട്രംപ് ആ പരിപാടി അങ്ങ് നിർത്തി. യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെല്ലാം വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വലിയ കൈകുലുക്കമൊക്കെ നടത്തുന്ന ദാവോസ് സംഗമങ്ങളിൽ ട്രംപ് അങ്ങോട്ട് തുറന്നടിച്ചു, നിങ്ങളുടെ ഈ കളിയൊന്നും നിർത്തണ്ട, നിങ്ങൾ വ്യവസായങ്ങളൊക്കെ മലിനീകരണമൊക്കെ പറഞ്ഞ് വ്യവസായങ്ങളൊക്കെ നിർത്തി നിങ്ങൾക്ക് ആവശ്യമായ എണ്ണയും ഗ്യാസും
ഭക്ഷ്യവസ്തുക്കളും ഗോതമ്പും എല്ലാം റഷ്യയിൽ നിന്ന് മേടിക്കും. എന്നിട്ട് റഷ്യക്ക് നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് റഷ്യ ആയുധങ്ങൾ മേടിച്ച് നിങ്ങളെ ആക്രമിക്കും. നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ വിളിക്കും. ഈ രണ്ടാം ലോകമഹായുദ്ധം ശരിക്കും ഉണ്ടാക്കി കളിച്ചത് യൂറോപ്പാണ്. ആ യൂറോപ്പ് ആയുധങ്ങൾ ഉണ്ടാക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ അവനറിയാം. അവനിപ്പോൾ എന്നാ കാണിച്ചു, അവൻ്റെ ആയുധങ്ങളെല്ലാം തുരുമ്പ് പിടിച്ച് അവിടെ ഇട്ടിട്ട് അമേരിക്കയോട് വന്ന് ഞങ്ങളെ സംരക്ഷിച്ചോ എന്നങ്ങോട്ട് പറഞ്ഞപ്പം ട്രംപ് പറഞ്ഞു ആ പരിപാടി വേണ്ട, രക്ഷിക്കാനൊന്നും അമേരിക്കയില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. യൂറോപ്പ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് പ്രകൃതിയും വേണം, ഞങ്ങൾക്ക് സ്പർദ്ധയും വേണ്ട, സംരക്ഷണം US കൊടുക്കണം, ആ പണി വേണ്ട എന്ന് അങ്ങോട്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തത് നാലാമത്തെ കാര്യം, ക്രൈം ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. മുൻ പ്രസിഡൻറ്റുമാരുടെ കാലയളവുകളിൽ കൊള്ള, ബലാത്സംഗം, പിടിച്ചുപറി, മയക്കുമരുന്ന് മൂലം അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മൂലം US നല്ലൊരു ശതമാനം പട്ടണങ്ങളും ധാരാവി പോലെയായിരുന്നു. US വെടിവെപ്പൊക്കെ നമ്മൾ കേൾക്കുന്നതിൻ്റെ ഒക്കെ പുറകിൽ ഇതുപോലത്തെ കാര്യങ്ങളായിരുന്നു. എന്നാൽ ട്രംപ് വന്നതിന് ശേഷം US നാഷണൽ ഗാർഡ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ അങ്ങോട്ട് ഉണ്ടാക്കി, കൃത്യമായി അങ്ങോട്ട് ജോലി ചെയ്തു. ജോലി ചെയ്തപ്പം കൊള്ള 60% കുറഞ്ഞു, ബലാത്സംഗം 40% കുറഞ്ഞു, പിടിച്ചുപറി 85% കുറഞ്ഞു. ഫെൻറ്റാമോൾ എന്ന മയക്കുമരുന്ന് ഉപയോഗിച്ച് 14നും 24നും വയസ്സിനിടയ്ക്കുള്ള യുവാക്കൾ ഒരു വർഷം കൊണ്ട് 1.28 ലക്ഷം മരിച്ചിരുന്നു. ഇത് 24% കുറയ്ക്കാൻ പറ്റി. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായി. അടുത്തത് ബ്യൂറോക്രസി കൺട്രോൾ. ഈ ബൈഡൻ്റെ കാലത്തുണ്ടായിരുന്ന കാര്യക്ഷമമായി പണിയെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥന്മാരൊരു 3.3 ലക്ഷം ഉദ്യോഗസ്ഥന്മാരെ കയറി അങ്ങ് പിരിച്ചുവിട്ടു. ഈ ട്രംപ് കേരളത്തിലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്ര ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോയേനെ? ന്യായമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പണി എടുക്കാതെ ചുമ്മാ വരുമ്പം വന്നു, ചെല്ലുമ്പോൾ ചെല്ലും എന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു താല്പര്യം ഇല്ലാത്തവന്മാരെ എല്ലാത്തിനെയും കൂടെ 3.3 ലക്ഷം എണ്ണത്തിനെ പിരിച്ചു വിട്ടു. $900 കോടി ഇതിനകത്ത് അയാൾ ലാഭം ഗവൺമെൻറ്റിന് ചിലവ് കുറച്ചത്. ഇത്രയും ആളുകളെ പിരിച്ചു വിട്ടെങ്കിലും ഒരു ഭരണപ്രതിസന്ധി ഇല്ലാതെ സകല മേഖലയും ഊർജ്ജസ്വലമായി നടക്കുക. ഡീറെഗുലേഷൻ ആക്ട് കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത നൂലാമാലകളെല്ലാം എടുത്തു കളഞ്ഞു. ഒരു ഉദാഹരണം ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടു. 129 പഴയ നിയമങ്ങൾ എടുത്തു കളഞ്ഞിട്ട് പകരം ഒരെണ്ണം കൊണ്ടുവന്നു. പൊതുജനത്തിന് അത്രയും ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കും. നമ്മുടെ ഇവിടെയൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ, ഒരു വ്യവസായം തുടങ്ങണം, എന്തുമാത്രം ലൈസൻസ് വേണം. ഒരുത്തൻ ഒരു വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചാൽ, വാസന്തി ബിസ്ക്കറ്റ് എന്നും പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചാൽ വില്ലേജിലും പഞ്ചായത്തിലും പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ബാക്കി അവിടെ ഇവിടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും എല്ലാം കൂടി ആയിട്ട് 4 വർഷം 5 വർഷമൊക്കെയാണ് നടക്കുന്നത്. അതേസമയത്ത് 129 നൂലാമാലയുള്ള നിയമമെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ ഒരെണ്ണം. ഇതുമൂലം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എഫിഷ്യൻസി കൂടിയെന്ന് അവിടെ നിന്നുള്ള സർവേ. കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, എന്നൊക്കെ പെർമിറ്റുകളുണ്ടെങ്കിലാണ് ഒരു കാര്യം നടക്കുന്നത്. അതിനെന്തുമാത്രം കാശ് കൈക്കൂലി കൊടുത്താൽ അത് നടക്കുന്നത്. ഇതെല്ലാം എടുത്തു കളഞ്ഞു. അതുകൊണ്ട് എന്ത് വേണ്ടി, അമേരിക്കൻ ജനതയിൽ തലയ്ക്കകത്ത് വെളിവുള്ളവർ 90% ട്രംപിന് അനുകൂലമാണ്. 90%. 4 വർഷം കൊണ്ട് 38 ട്രില്യൺ കടം അങ്ങനെ തീർക്കുമെന്നുള്ള ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ടുള്ള കളികളാണ് ലോകം മുഴുവൻ നടത്തുന്നത്. ആ കളികൾ അയാളുടെ രാജ്യത്ത് തന്നെ നിയന്ത്രിക്കേണ്ട പോലെ നിയന്ത്രിച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തും അത് ചെയ്യും. ഞാനാ പറഞ്ഞത്, ഇതുപോലെ ദിശാബോധമുള്ള ഒരു മനുഷ്യൻ, എന്നാ പ്രായമുണ്ട് അങ്ങനെയൊക്കെ, ന്യായം പ്രായമുണ്ട്, വർത്തമാനങ്ങളൊക്കെ ലോകം ശ്രദ്ധിക്കുമ്പം പ്രശ്നങ്ങളുമാണ്. എന്നാൽ പോലും അങ്ങേരെ പോലെ ഒരു ദിശാബോധമുള്ള മനുഷ്യൻ കേരളത്തിൽ അധികാരത്തിൽ വരാമെങ്കിൽ, ഇതുപോലെ റിസോഴ്സസ് ഉള്ള ഈ നാട്ടിൽ, ഇതുപോലെ സാഹചര്യങ്ങളുള്ള നാട്ടിൽ അടി തൊട്ട് മണ്ട വരെ ഒരു കുലുക്കി അങ്ങോട്ട് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തുമാത്രം മെച്ചം ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 6 ലക്ഷം കോടിയുടെ കടവേ ഉള്ളൂ. കൈയിട്ട് വാരാതെ കൃത്യമായി കൈകാര്യം ചെയ്യാമെങ്കിൽ ചുരുക്കം കാലം കൊണ്ടോ ഇത് കഴിഞ്ഞ് നമ്മുടെ യുവജനങ്ങൾക്ക് യോഗ്യമായ ഭാവി ഉണ്ടാകുന്ന വിധം ഈ കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.